ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ സാമ്പിൾ വെടിക്കെട്ടും ആനച്ചമയം പ്രദർശനവും നമ്മളത്തെ ഇന്നത്തെ വീഡിയോ. നാളെയാണ് നമ്മളെ മെയിൻ വെടിക്കെട്ട് വരുന്നത്. പ്രഷർ സർപ്രൈസും കൂടിയുണ്ട്. 4500 kg ആണ് നമ്മൾ വെടിക്കെട്ട് പൊട്ടാൻ പോണത്. ഭൂമി ഉരുകുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ വർഷം ഇവർ 2000 kg പൊട്ടിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡബിൾ ഉണ്ടാവും ഈ പ്രാവശ്യം വെടിക്കെട്ടിന്. സാമ്പിളിന് അത്യാവശ്യം നല്ല രീതിക്ക് പൊട്ടിക്കുന്നതായിരിക്കും. നമുക്ക് 2 ദിവസത്തിൻ്റെ ആനച്ചമയ പ്രദർശനം ആദ്യം കാണാം. ഗായ്സ്, അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലാണ് വല്ലങ്ങി ദേശത്തിൻ്റെ ആനച്ചമയ പ്രദർശനം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്പീക്കറിൻ്റെ സൗണ്ടൊക്കെ വെക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങായിരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ്ടോ വല്ലങ്ങി ദേശത്തിൻ്റെ ആനച്ചമയ പ്രദർശനം. നാളെ ആനൻ്റെ മുകളിൽ നിന്ന് ഇരിക്കുന്ന കുടകളൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതല്ലാണ്ട് വേറെയും പല വെറൈറ്റി കുടകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഗായ്സ്, ഇവിടെ പല വെറൈറ്റി കുടകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ തെയ്യത്തിൻ്റെ കുടയൊക്കെയാണ് കാണുന്നത്. അപ്പുറത്ത് പല പല ഡിസൈനിലുള്ള കുടകളും ഉണ്ട്. ഏറ്റവും നല്ല വെറൈറ്റി ഡിസൈൻസുള്ള കുടകളാണ് വല്ലങ്ങി ദേശത്തിൻ്റെ ഇപ്പോൾ ഉള്ളത്. അപ്പം ഇത് മാത്രമല്ല, വേറെയും കുടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗായ്സ്, നെന്മാറ ദേശത്തിൻ്റെ ആനച്ചമയ പ്രദർശനത്തിന് വന്നപ്പോൾ സിനിമ ആക്ട്രസ് അപർണ ദാസിനെ കാണാൻ പറ്റി. പുള്ളിക്കാരി നെന്മാർക്കാർ തന്നെയാണ്. അപ്പോൾ ഗായ്സ്, നെന്മാറ ദേശത്തിൻ്റെ ആനച്ചമയ പ്രദർശനം കാണാൻ വരുന്നവർക്ക് കൂടെ മോരും വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടായതുകൊണ്ട് നല്ല തന്നെയാണ്. ഗായ്സ്, നെന്മാറ ദേശത്തിൻ്റെ ആനച്ചമയ പ്രദർശനം ഉദ്ഘാടന ചടങ്ങാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഉദ്ഘാടന ചടങ്ങുകൾ കാണാം. നെന്മാറ NDOIസിൻ്റെ സെക്രട്ടറി ഇവിടെ എത്തിയിട്ടുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റായ ശ്രീ പ്രദീപ് നെന്മാറ ഇവിടെ അടുത്തുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട പ്രൊഫസർ സുധാകരൻ സാറെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം. ഗായ്സ്, അപ്പോൾ ഇതാണ് നെന്മാറ ദേശത്തിൻ്റെ ആനച്ചമയ പ്രദർശനം. അത്യാവശ്യം നല്ല വെറൈറ്റി കുടകൾ ഇവിടെ തന്നെ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വല്ലങ്ങി ദേശത്തേക്കാളും ഇത് കുറച്ചും കൂടി നന്നായിട്ടുണ്ട് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഐതിഹ്യപരമായും തന്നെ ലോകത്തെമ്പാടും അറിയപ്പെടുന്നതും ഈ വേല മഹോത്സവത്തിൻ്റെ ഭാഗമാണ്. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെയാണ് ദേശത്തിൻ്റെ മീനം കൂറിയിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഉണർത്ത് പാട്ടുകളാണ്. അതിലേക്ക് ഞാൻ പോകുകയാണ്. തീർച്ചയായും ഈ വേല നല്ല നിലയിലേക്ക് നടത്താൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും അടിയറയിൽ നടന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഭാഗമായി ആലസ്യമായി ഒരുപക്ഷെ കേരളത്തിൽ അറിയപ്പെടുന്ന ജനവീരന്മാർ അതിനുമപ്പുറം അതിനെ മാറ്റിവെക്കുന്ന തരത്തിലുള്ള വളരെ ഇഷ്ടപ്പെട്ട കരിമരുന്ന് പ്രയോഗം, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതെല്ലാം നന്നായി നടക്കും. അതിനെല്ലാം മുന്നിൽ നടക്കണം. ആ വേല മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വേല സമയം. ആ സമയത്തിൻ്റെ ഉദ്ഘാടനം ഏറെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഞാൻ ഈ നിൽക്കുന്ന സ്ഥലമാണ് നാളെ തീഗോളമായി മാറാൻ പോകുന്ന സ്ഥലം. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2000 കിലോയാണ് പൊട്ടിച്ചത്, പക്ഷെ ഇപ്രാവശ്യം 4500 കിലോ. കഴിഞ്ഞ വർഷത്തെക്കാളും ഡബിൾ ഇരട്ടിയാണ് ഇപ്രാവശ്യം പൊട്ടിക്കാൻ പോകുന്നത്. ഇരിക്കുന്നവരൊക്കെ അവിടെ കുഴി കുത്തിയിട്ടാണ് ഇരിക്കുന്നത്. ഈ പടക്കം വയ്ക്കാനുള്ള കുഴി കുത്തണം. ഇവിടെ കുറച്ച് കുഴികൾ കുത്തി വെച്ചിട്ടുമുണ്ട്. ഇവിടെയൊക്കെ പടക്കം നിരത്തി വെക്കുന്നുണ്ടാവും. നാളെ വെടിക്കെട്ട് ഗൈസ്. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ടിനുള്ള തിരക്കാണ് ഞങ്ങൾ കാണുന്നത്. ഈ ലൈറ്റൊക്കെ വെടിക്കെട്ടിൻ്റെ സ്ഥലത്തേക്ക് പോകണതാണ്. ഈ വെളിച്ചത്തിലാണ് അവിടെ മരുന്നൊക്കെ സെറ്റ് ചെയ്യണത്. ഈ സാമ്പിളിലെ ജനങ്ങളുടെ ഒഴുക്കാണ് ഇവിടെ. ഇതാ മുകളിൽ സൈഡിലൊക്കെ കാണാൻ നല്ല രീതിക്ക് തിരക്ക് തിങ്ങി നിറഞ്ഞാൽ നിൽക്കണം എല്ലാവരും. ഗൈസ്, അപ്പോൾ ഈ ആൾക്കാരുടെ ഇടയിൽ എവിടെയെങ്കിലും സ്ഥലം പിടിക്കണം. അപ്പോൾ നിൽക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് ഗൈസ്. നിൽക്കുന്ന ആൾക്കാരൊക്കെ അവിടെ മരുന്ന് സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, കമ്മിറ്റീൻ്റെ ആൾക്കാർ. ഈ പിക്കപ്പ് സൈഡിൽ കാണുന്ന പിക്കപ്പ് വണ്ടിയിലാണ് മരുന്നുകളൊക്കെ കൊണ്ടുവരിക. അടുത്ത ലോഡ് വെടിമരുന്നുമായിട്ട് അടുത്ത വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കറക്റ്റ് കാണാൻ പറ്റുമോ? അവിടെ നിന്ന് അവിടെ അടുക്കി വെച്ചിരിക്കണത് ആ വെളിച്ചത്തിൽ കണ്ടില്ലേ, ഒരു ട്യൂബ് അടുക്കി വെച്ചിരിക്കണത്. അതാണ് ഇപ്പോൾ പൊട്ടാൻ പോണത്. ഈ നടന്നു പോണവർ മൊത്തം അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്തില്ല. പൊടിക്കാൻ പറഞ്ഞ സമയം കഴിഞ്ഞു, കുറേ നേരമായി. ഗായ്സ്, അപ്പോൾ വേറൊരു നല്ല സ്ഥലം കിട്ടിയിട്ട് വേണ്ടിട്ട് കാട്ടിനുള്ളിൽ കൂടെയൊക്കെ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ പാമ്പുണ്ടോയെന്ന് പോലും അറിയില്ല. കൂരിരുട്ട് വേണം, ഒന്നും കാണുന്നില്ല. പക്ഷെ അവിടെ നന്നായി കാണുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണത്. അങ്ങോട്ട് പോയി നോക്കാം. അവിടെ നല്ല തിരക്കുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി കാട്ടിനുള്ളിൽ കയറി പോവുകയാണ് നമ്മൾ. ഗായ്സ്, ഇപ്പോൾ ഇവിടെ ഫുള്ള് കാണുന്നുണ്ട്. ഇവിടെ കൂട്ട് വരുന്നത് ഈ വെളിച്ചം കണ്ടില്ല, അവിടെയാണ് കൂട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഗായ്സ് വെടിക്കെട്ട് കഴിഞ്ഞ് തിരിച്ചു പോകണതിൻ്റെ ഒരു കാഴ്ചയാണിത്. എല്ലാവരും കൂടി തിക്കിത്തിരക്കി ഇനി അവിടെ എത്തണം. പോണ വഴി എത്ര തിരക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒടുക്കത്തെ തിരക്കായിരിക്കും. അന്നേരം ഞങ്ങൾ പോയേക്കാം, എന്നിട്ട് വീട് എത്തണമല്ലോ. ഗായ്സ് വിചാരിച്ച പോലുള്ള ഒടുക്കാത്ത തിരക്കാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി ഇനി വീടെത്തണം. ഞെരുങ്ങി ഞെരുങ്ങി പോണത്. എപ്പോൾ എത്താൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഗായ്സ് ഇവിടെ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി പന്തലിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ എത്താൻ പറ്റിയ അവിടെ നിന്ന് കാണാം. പിന്നെ നാളെ ഇനി മെയിൻ വെടിക്കെട്ടാണ്. ഇപ്പോൾ തിടമ്പ് കയറ്റണതൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ തിരക്കിൻ്റെ ഇടയിൽ പോയി എടുക്കണം. പരമാവധി എടുക്കാൻ ശ്രമിക്കാം. അതുണ്ടാവും. പിന്നെ ഇപ്പോൾ വെടിക്കെട്ടും ഉണ്ടാകും. നാളെ അത്രേ ഉണ്ടാവുള്ളൂ. പന്തൽ കാണുന്നത് കുറച്ച് ടാസ്ക് ആയിരിക്കും. അപ്പം മറ്റന്നാൾ വീട്ടിൽ പന്തൽ വീഡിയോ ഇടാം. ഗായ്സ് ഒറ്റ ഫ്രെയിമിൽ 2 പന്തലും കൂടി ഞാൻ കാണിച്ചു തരാം. അതാ 2 പന്തലും ഫോക്കസിലേക്ക് ഇട്ട് നല്ല പൊളി പൊളിച്ചിട്ടുണ്ട്. 2 പന്തലും അടിപൊളിയായിട്ടുണ്ട്.